സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാവുന്നതാണ്. പിന്നത്തേത് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്യുക്ക് റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഒരു അവസാനമില്ലാതെ കിടക്കുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുവാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം പോലും വിട്ടുകളയാതെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ്. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. പുരസ്കാരത്തിന്റെ പേര് ഹോൾബർഗ് പുരസ്കാരം. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. 2025 ഏപ്രിലില് മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. 2025 ഏപ്രിൽ മാസത്തിൽ മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏത്? തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല. അപ്പം മാലിന്യമുക്ത ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ് 2025 ഏപ്രിൽ മാസത്തിൽ മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്? ഏത് സംസ്ഥാനത്തെയാണ്? ഒഡീഷയിലാണ്. എത്രാമത്തെ ദേശീയോദ്യാനമായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? 107ാമത്തെ ദേശീയോദ്യാനമായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഏതാണ് ദേശീയോദ്യാനം? സിംലിപാൽ ദേശീയോദ്യാനമാണ്. ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിംലിപാൽ ദേശീയോദ്യാനമാണ്. സിംലിപാൽ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഒഡീഷയാണ്. സിംലിപാൽ എത്രാമത്തെ ദേശീയോദ്യാനമാണ്? 107ാമത്തെ ദേശീയോദ്യാനമാണ്. 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. റിപ്പബ്ലിക് ഓഫ് കൊറിയ. 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഇപ്പൊ 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. ലോക പരിസ്ഥിതി ദിനം. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ് 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഉത്തരാഖണ്ഡ്. കേരളത്തിലെ 23ാമത്തെ ഗവർണറായിട്ട് ചുമതലയേറ്റത് ആര്? കേരളത്തിലെ 23ാമത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. RV ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിലെ എത്രാമത്തെ ഗവർണറായിട്ടാണ് ചുമതലയേറ്റത്? 23ാമത്തെ ഗവർണറായിട്ട് ചുമതലയേറ്റത്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിലെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആര്? സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറി, കേരള ചീഫ് സെക്രട്ടറി ആരാണ്? A. ജയതിലക് ആണ്. A. ജയതിലക്. എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് A. ജയതിലക്? 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് A. ജയതിലക്. A. ജയതിലക്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം. മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളിയാണ് PR ശ്രീജേഷ്. PR ശ്രീജേഷ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? PR ശ്രീജേഷ് ആണ്.
ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് പങ്കജ് അദ്വാനി. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? പങ്കജ് അദ്വാനി. സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് പങ്കജ് അദ്വാനി. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബിംഗ് ഡൈവിംഗ് സംഘം. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനൈറ്റ്സ് ആണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനൈറ്റ്സ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമാണ് ഗ്യാനൈറ്റ്സ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനൈറ്റ്സ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. പദ്ധതിയുടെ പേര് സമുദ്രയാൻ. ലോക കാലാവസ്ഥാ ദിനം 2025 പ്രമേയം. ലോക കാലാവസ്ഥാ ദിനം 2025 പ്രമേയം ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ എന്നാണ്. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 23 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ എന്നാണ്. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതയായത്. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? വിദ്യാ ബാലനാണ്. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? വിദ്യാ ബാലൻ. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോയാണ് നെല്ലിക്ക. റേഡിയോ നെല്ലിക്ക ആരംഭിച്ചത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. കുട്ടികൾക്കായിട്ടാണ് ഈ ഇന്റർനെറ്റ് റേഡിയോ ആരംഭിച്ചത്. റേഡിയോ നെല്ലിക്ക എന്ന ഇന്റർനെറ്റ് റേഡിയോ കുട്ടികൾക്കായിട്ടാണ് ആരംഭിച്ചത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ലോക ജന്തുജന്യ രോഗ ദിനം. ലോക ജന്തുജന്യ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 6 ലോക ജന്തുജന്യ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. 1885 ജൂലൈ 6 ലൂയി പാസ്റ്റർ ലോകത്താദ്യമായിട്ട് റാബീസിനെതിരെ ഒരു വാക്സിൻ മനുഷ്യനിൽ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയത്. ഈ ദിനമാണ് പിൻകാലത്ത് ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന് കാരണമായത്. അപ്പൊ ലോക ജന്തുജന്യ രോഗ ദിനം ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 6 1885 ജൂലൈ 6 ലൂയി പാസ്റ്റർ ലോകത്ത് ആദ്യമായിട്ട് റാബീസിനെതിരെ ഒരു വാക്സിൻ മനുഷ്യനിൽ പരീക്ഷിച്ചു വിജയം കണ്ടത് ഈ ദിനമാണ്. ഈ ദിനമാണ് പിന്നീട് ലോക ജന്തുജന്യ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 6. അടുത്തതായിട്ട് നോക്കുന്നത് ആക്സിയം മിഷനെ കുറിച്ചാണ്. ആക്സിയം മിഷൻ AX4. ആക്സിയം മിഷൻ AX4 എന്നത് അന്തരീക്ഷ നിലയമായ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ മിഷൻ ആയിരുന്നു. ഇത് ആക്സിയം സ്പേസും നാസയും സ്പേസ് എക്സും ചേർന്നൊരുക്കിയതാണ്.
ഈ മിഷൻ 2025 ജൂൺ 25-നാണ് വിക്ഷേപിച്ചത്. ആക്സിയം മിഷൻ 4ന്റെ വിക്ഷേപണ ഡേറ്റ് എന്നാണ്? 2025 ജൂൺ 25-ന്. 2025 ജൂൺ 25-നാണ് ആക്സിയം മിഷൻ 4 വിക്ഷേപിച്ചത്. 2025 ജൂൺ 25. ഈ മിഷനിലെ അംഗങ്ങൾ, എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ മിഷനിലെ അംഗങ്ങൾ എത്രയായിരുന്നു? 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? കമാൻഡർ പെഗ്ഗി ബിറ്റ്സൺ, അമേരിക്കയുടെ കമാൻഡർ പെഗ്ഗി ബിറ്റ്സൺ. പൈലറ്റ് ശുഭാൻശു ശുക്ല, മിഷൻ പൈലറ്റ് ആയിരുന്നത് ശുഭാൻശു ശുക്ല, ഇന്ത്യ. മിഷൻ സ്പെഷ്യലിസ്റ്റ് സ്ലാവോഷ് ഉസ്നാൻസ്കി വിഷ്ണിയേവ്സ്കി, പോളണ്ടിന്റെ സ്ലാവോഷ് ഉസ്നാൻസ്കി വിഷ്ണിയേവ്സ്കി, പോളണ്ട്. ടിബോർ കാപ്പു, ഹംഗറിയുടെ ടിബോർ കാപ്പു എന്നീ 4 അംഗങ്ങളാണ് ആക്സിയം 4 മിഷനിലെ അംഗങ്ങൾ. ബഹിരാകാശ പേടകം ഏതായിരുന്നു? ക്രൂ ഡ്രാഗൺ ഗ്രേസ്. ബഹിരാകാശ പേടകത്തിന്റെ പേര് ക്രൂ ഡ്രാഗൺ ഗ്രേസ്. ആക്സിയം 4 സംഘം ഭൂമിയിൽ തിരിച്ചെത്തിയതെന്നാണ്? 2025 ജൂലൈ 15-നാണ്. 2025 ജൂലൈ 15-നാണ് ആക്സിയം 4 സംഘം ഭൂമിയിൽ തിരിച്ചെത്തിയത്. 2025 ജൂലൈ 15. വിക്ഷേപിച്ചതെന്നാണ്? 2025 ജൂൺ 25-ന്. തിരിച്ചെത്തിയത് 2025 ജൂലൈ 15-ന്. വിക്ഷേപണ സ്ഥലം ഏതായിരുന്നു? കെന്നഡി. LC-39A. അടുത്ത ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ചുമതലയേറ്റത്? തിരുവനന്തപുരം ജില്ലയിൽ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ചുമതലയേറ്റത് ആരാണ്? ഡി രചനയാണ് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ചുമതലയേറ്റത്. ഡി രചന. 2025 G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2025 G7 ഉച്ചകോടി നടന്നത് കാനഡയിലാണ്. 2025 G7 ഉച്ചകോടി നടന്നത്. US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയാണ് G7 രാജ്യങ്ങൾ. അപ്പോൾ G7 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും കൂടി അറിഞ്ഞു വെക്കുക. ഏതൊക്കെയാണ്? US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയാണ് G7 രാജ്യങ്ങൾ. അപ്പോൾ 2025 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? കാനഡ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ? അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. മാൽദീവ്സ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായിട്ട് നിയമിതയായത് ആര്? മാൽദീവ്സ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് നിയമിതയായത് കത്രീന കൈഫ്. ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതി തലപ്പത്തെത്തിയ ഇന്ത്യക്കാരൻ? ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതി തലപ്പത്തെത്തിയ ഇന്ത്യക്കാരനാണ് അശോക് എള്ളുസ്വാമി. ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതി തലപ്പത്തെത്തിയ ഇന്ത്യക്കാരനാണ് അശോക് എള്ളുസ്വാമി. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? സ്റ്റാർലിങ്ക് ആണ്. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ചത് ഡോക്ടർ ഷാജി പ്രഭാകരനാണ്. ഡോക്ടർ ഷാജി പ്രഭാകരൻ ഒരു പ്രമുഖ ന്യൂറോളജിസ്റ്റ് ആണ്. അതുപോലെ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമാണ് ഡോക്ടർ ഷാജി പ്രഭാകരൻ. പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂറിനാണ്. പി
കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശശി തരൂരിനാണ്. വൈ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് തുടങ്ങിയ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പം വൈ ആം ഹിന്ദു, അതുപോലെ ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന പുസ്തകങ്ങൾ ആരുടേതാണ്? ശശി തരൂരിൻ്റെതാണ്. ശശി തരൂർ. പുസ്തകങ്ങളുടെ പേര് ഓർത്തു വയ്ക്കുക. അതുപോലെ കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂരിനാണ് എന്നതും ഓർക്കുക. അടുത്തത്, കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആപ്റ്റ് ബുക്ക് പ്രൈസ്, ഗ്രേസ് ആപ്റ്റ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ഡോക്ടർ ദിവ്യ കണ്ണന്റെ കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡ്സ്, കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിനാണ്. കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആപ്റ്റ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ദിവ്യ കണ്ണനാണ്. ഡോക്ടർ ദിവ്യ കണ്ണൻ. ഡോക്ടർ ദിവ്യ കണ്ണന്റെ ഏത് പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്? കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡ്സ്, കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള. അടുത്ത ചോദ്യം വരുന്നത്, ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പാരസൈറ്റ് ആണ്. പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ചിത്രം സംവിധാനം ചെയ്തതാരാണ്? ബോങ് ജുൻ ഹോയാണ്. ബോങ് ജുൻ ഹോയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യപ്പെട്ടത്. ഇപ്പം ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? പാരസൈറ്റ് ആണ്. പാരസൈറ്റ് എന്നത് കൊറിയൻ ചിത്രമാണ്. കൊറിയൻ ചിത്രമാണ്. പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രം സംവിധാനം ചെയ്തതാരാണ്? ബോങ് ജുൻ ഹോയാണ്. ബോങ് ജുൻ ഹോ. ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിനോടൊപ്പം ജമ്മു കാശ്മീരിലെ ഡച്ചിംഗം ദേശീയോദ്യാനവും ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ്? ഇരവികുളം ദേശീയോദ്യാനവും അതുപോലെ ജമ്മു കാശ്മീരിലെ ഡച്ചിംഗം ദേശീയോദ്യാനവുമാണ്. അപ്പോൾ ഡച്ചിംഗം ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ കേരളത്തിലെ ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചിംഗം ദേശീയോദ്യാനവുമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യം ഏത്? വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യമാണ് ഒമാൻ. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ ആദ്യത്തെ അസംബ്ലിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹി. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ആദ്യ അസംബ്ലി എവിടെയാണ്? ന്യൂഡൽഹി. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71ാമത്തെ സ്ഥാനമാണ്. 71. ഒന്നാം സ്ഥാനം ഏത് രാജ്യമാണ്? സ്വീഡൻ ആണ്. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. ഒന്നാം സ്ഥാനം ഏത് രാജ്യമാണ്? സ്വീഡൻ ആണ്. ജാവലിൻ ത്രോയില് 90 മീറ്റർ കടന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ഏതാണ്? ജാവലിൻ ത്രോയില് 90 മീറ്റർ കടന്ന ആദ്യത്തെ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്. 2025 ദോഹ ഡയമണ്ട് അത്ലറ്റിക്സിലാണ് ഈ നേട്ടം കൈവരിച്ചത്. ദൂരം എത്രയാണ്? 90.23 മീറ്റർ. 90.23 മീറ്റർ. ജാവലിൻ ത്രോയില് 90 മീറ്റർ കടന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. 2025 ദോഹ ഡയമണ്ട് അത്ലറ്റിക്സിലാണ് ഈ നേട്ടം കൈവരിച്ചത്. എത്ര ദൂരമാണ്? 90.23 മീറ്റർ ആണ്. 90.23 മീറ്റർ. മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിൾ
മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. ഏത് കോർപ്പറേഷനാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ. ഹരിതവാഹിനി, പേര് ഹരിതവാഹിനി. ഇന്ത്യയിലെ അതിദാരിദ്ര്യരില്ലാത്ത ആദ്യത്തെ ജില്ല ഏതാണ്? ഇന്ത്യയിലെ അതിദാരിദ്ര്യരില്ലാത്ത ആദ്യത്തെ ജില്ലയാണ് കോട്ടയം ജില്ല. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ല കോട്ടയം. 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ്. പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും എന്നതാണ് 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. 2024 പ്രമേയം എന്തായിരുന്നു? പദ്ധതിയുടെ ഭാഗമാകൂ എന്നതാണ്. ബി പാർട്ട് ഓഫ് ദ പ്ലാൻ എന്നതായിരുന്നു 2024 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. 2025 ഏതാണ്? ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, മെയ് 22. ഇന്ത്യയിലെ ആദ്യ യാചക മുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം 2025 മെയ്യിൽ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോറാണ്. മധ്യപ്രദേശിലെ ഇൻഡോറാണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചക മുക്ത നഗരമായിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം പ്രഖ്യാപിച്ചത്. മധ്യപ്രദേശിലെ ഇൻഡോർ. 2025 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? ഗുമിയാണ്. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് 2025 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. 31ാം തവണയും എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തിരുത്തിയത് ആര്? എത്രാമത്തെ തവണ? 31ാമത്തെ തവണ. കാമി റിത ഷെർപ്പയാണ്. എവറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയായ എവറസ്റ്റിന്റെ മുകളിൽ ഏറ്റവും കൂടുതൽ തവണ എത്തിയ മനുഷ്യൻ. കാമി റിത ഷെർപ്പ എത്ര തവണയാണ് എത്തിയിട്ടുള്ളത്? 31 തവണയാണ് എത്തിയിട്ടുള്ളത്. എവറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? കാമി റിത ഷെർപ്പയാണ്. കാമി റിത ഷെർപ്പ. 2025 മെയ്യിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? ചിറയൻകീഴ്, വടകര എന്നീ സ്റ്റേഷനുകളാണ് ഉൾപ്പെട്ടത്. ചിറയൻകീഴ്, വടകര. ഇന്ത്യൻ റെയിൽവേയെ ആധുനീകരിക്കുന്നതിനുള്ള ചരിത്രപരമായ നീക്കം അടയാളപ്പെടുത്തിക്കൊണ്ട് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. എത്ര റെയിൽവേ സ്റ്റേഷനുകളാണ്? 103 റെയിൽവേ സ്റ്റേഷനുകളാണ്. ഇതിൽ കേരളത്തിൽ നിന്നുള്ളതാണ് ചിറയൻകീഴ്, വടകര എന്നിവ. പദ്ധതിയുടെ പേരും കൂടി ഓർക്കണം, അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച 2025 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച 2025 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതാണ്? ബന്ധു ക്ലിനിക് ആണ്. പദ്ധതിയുടെ പേരെന്താണ്? ബന്ധു ക്ലിനിക്. പദ്ധതിയുടെ പേര് ബന്ധു ക്ലിനിക്. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2020 ബന്ധു ക്ലിനിക് തുടങ്ങിയത്. ദേശീയ ആരോഗ്യ ദൗത്യം, എറണാകുളം ജില്ലാ ഭരണകൂടം, സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്നിവയുടെ കൂട്ടായ്മയിലാണ് ബന്ധു മൊബൈൽ ക്ലിനിക്കിന്റെ പ്രവർത്തനം. അതിഥി തൊഴിലാളികൾക്കിടയിൽ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ബന്ധു ക്ലിനിക്കിനെ ഈ നേട്ടത്തിന് അർഹമാക്കിയത്. അപ്പോൾ 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബന്ധു ക്ലിനിക് ആണ്.
സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് 2025 ജേതാവായത്. സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് 2025 ജേതാവായത് ആർ പ്രജ്ഞാനന്ദയാണ്. ആർ പ്രജ്ഞാനന്ദ. വിശ്വനാഥ് ആനന്ദിന് ശേഷം ഒന്നിലധികം സൂപ്പർ ടൂർണമെന്റുകൾ നേടുന്ന ഏക ഇന്ത്യക്കാരനായി ആർ പ്രജ്ഞാനന്ദ. ഇപ്പൊ സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് 2025 ജേതാവായത് ആർ പ്രജ്ഞാനന്ദയാണ്. വിശ്വനാഥ് ആനന്ദിന് ശേഷം ഒന്നിലധികം സൂപ്പർ ടൂർണമെന്റുകൾ നേടുന്ന ഏക ഇന്ത്യക്കാരൻ ആരാണ്? പ്രജ്ഞാനന്ദയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2025-26 കാലയളവിലേക്കുള്ള ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇന്ത്യയാണ്. 2025-26 ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇന്ത്യ. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. ധർമ്മടമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം, ധർമ്മടം. അടുത്ത ചോദ്യം, 2025 50ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം. 2025 50ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? ആര്യഭട്ടയാണ്. ആര്യഭട്ട. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേര്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നിസാമാബാദാണ്. തെലങ്കാനയിലെ നിസാമാബാദാണ് നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്